പുറത്ത് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് സത്യമെന്ന് തോന്നിയത്, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് 70ാമത്തെ ദിവസം എവിക്ഷൻ ആയിരിക്കണം, എന്താണ് പറയാനുള്ളത്? എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഈ വീക്ക് വരുമെന്ന്. കാരണം ചെറിയൊരു നമുക്ക് ആ സമയമാകുമ്പോൾ ഒരു തോട്ട് വരും, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളിയൊക്കെ വരും. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ലൈക്ക് ഹാപ്പി. ലൈക്ക് ഇത്ര ദിവസം നിൽക്കാൻ പറ്റി. എനിക്ക് ഒരു സീരിയൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു എനിക്കുള്ളത്. അവരുടെ കുറേ പേരുടെ സപ്പോർട്ട്, പിന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷമുള്ള കുറേ ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ നിന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ശരിക്കും നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു? ആക്റ്റീവായിരുന്നു എന്ന് അത് നിങ്ങൾ കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് പോയെന്നുള്ളതും പ്രേക്ഷകരാണ് പറയേണ്ടത്. അവരാണ് വോട്ട് ചെയ്യുന്നത്. ഉള്ളിൻ്റെ മീൻസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഉള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കില്ല പുറത്തുള്ളവർക്ക്. അതായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ട് കഴിഞ്ഞ ഒനിയിലാണെങ്കിലും അഭിലാഷാണെങ്കിലും ഒക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെത്രോളം സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ഇതുവരെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എന്നെപ്പറ്റി വേറൊരാൾ, പ്രത്യേകിച്ച് ഉള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പറയുന്നതിലും പരം വലിയൊരു കാര്യം എനിക്കില്ല. ശരിക്കും നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കപ്പിനെക്കാട്ടിലും വലുത് ആ ഒരു കോംപ്ലിമെൻ്റാണ്. പിന്നെ അത് ആൾക്കാർ മനസ്സിലാക്കുമോ മനസ്സിലാകാതിരിക്കുമോ, ദാറ്റ്സ് എ സെക്കൻഡ് തിങ്. അവർ പറഞ്ഞല്ലോ, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എൻ്റെ സക്സസ്. ഈ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം പി ആറിൻ്റെ ആണെങ്കിൽ ഏറ്റവും ഓപ്പണായിട്ട് സംസാരിച്ച ആൾ പിന്നെയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ആയിപ്പോയെങ്കിലും എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല എന്നുള്ളതാണ്. ലൈക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അത് അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നെ തന്നതുകൊണ്ട് ഞാൻ എപ്പോഴും സത്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്രിയ സത്യങ്ങൾ വിളിച്ച് പറയരുതെന്നുള്ളത് ഒരു പാഠമായിരിക്കും. മേ ബി അതെല്ലാവർക്കും ഇഷ്ടപ്പെടണോ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പ്രത്യേകിച്ച് പി ആർ ടീം പുറത്തുള്ളത് കൊണ്ട്. എനിക്കൊന്ന് അതിൽ നല്ലതായിട്ടും എടുക്കാം ചീത്തയായിട്ടും എടുക്കാം. ഇറ്റ്സ് അപ് ടു പീപ്പിൾ എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ പിന്നീട് ഒരു 16 ലക്ഷം എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് കേരളത്തിൽ മൊത്തം ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഒരു റഫ് എമൗണ്ട് ആവാം. ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. ഇത് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് സംസാരിച്ചത്. അത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞവർക്കും ഡീൽ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ. എനിക്കറിയില്ല. പക്ഷെ കേട്ട കാര്യം സത്യമാവണം എന്നില്ല. പക്ഷേ ഞാൻ കേട്ടത് കൊണ്ട്, ഞാൻ ഡയറക്റ്റ് കേട്ടത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഏത് വിഷയം വന്നാലും ബിന്നിയുടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലാണെങ്കിൽ ഏറ്റവും തുറന്ന് സംസാരിച്ച് ബിന്നി മാത്രമാണ്. അപ്പോൾ അതിന് ഭയങ്കര സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. കാരണം പുറത്തെന്താ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് ബിഗ് ബോസ് ഹൗസിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പി ആറിനെ പറ്റിയിട്ട്. അതൊരു ടാസ്ക്കായിട്ട് ബിഗ് ബോസ് തന്നതുകൊണ്ട് ആണ് അത് പുറത്ത് വന്നത്, ആൾക്കാരിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് തന്നിട്ടുള്ളത്. ശരിക്കും അവിടെ ആർക്കൊക്കെ പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനല്ലേ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. കുറേ എന്തായാലും മിക്കവർക്കും ഉണ്ടാവാം. പിന്നെ ആർക്കൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ഉറപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി പറയാൻ. ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിന്നിങ് സാധ്യത സോഷ്യൽ മീഡിയയിൽ പറയുന്ന 2 പേരാണ്, അനിമോളും അതുപോലെ ഷാനവാസും. അപ്പോൾ അവർ 2 പേർക്കെതിരെയാണ് ലാസ്റ്റ് ഗെയിമിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടുകൾ താങ്കൾ സ്വീകരിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി എന്ന് തോന്നുന്നു? അങ്ങനെ പുറത്ത് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് സത്യമെന്ന് തോന്നിയത്, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ എഫക്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ള ഗെയിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അകത്തുനിന്ന് കണ്ടത് അനീഷ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ മീഡിയ ഓൺലൈനിൽ കാണാത്ത, അല്ലെങ്കിൽ ടി വിയിൽ കാണാത്ത, അല്ലെങ്കിൽ ജിയോ ലൈവായിട്ട് കാണാത്തൊരു അനീഷ് ഉണ്ടാവില്ല. പുള്ളിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ഗെയിമേഴ്സാണ്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി, ഓരോ രീതി. അവർ കളിക്കട്ടെ. പിന്നീട് ആദ്യൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിസേലാണെങ്കിലും അതുപോലെ റന ഫാത്തിമ ആണെങ്കിലും, പിന്നെ അതിനകത്ത് ആരും മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് തോന്നുന്നു? ഇത് ഗ്യാങ് എന്ന് നിങ്ങൾ പറയുന്നതാണ്. അകത്ത് വന്ന് കളിച്ചു പോയവർക്കും പഴയ കണ്ടസ്റ്റൻസിനും അകത്തുള്ള കണ്ടസ്റ്റൻസിനും ഒക്കെ അത് ഗ്യാങ്ങായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. നിങ്ങൾക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഗ്യാങ്ങായിട്ട് ഗ്രൂപ്പായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. അത് അതിൻ്റെ സത്യാവസ്ഥ ഇനിയും ഈ ഒരു ചെറിയ ടോക്കിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് മതി. ഇറ്റ്സ് ടു മച്ച്.